Hi friends, welcome back to Neha Food Stories. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുരുമുളകും ഉലുവയും ഒക്കെ ഇട്ട് വരട്ടിയ ബീഫാണ്. പെപ്പർ ബീഫ്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കുക്കറിലാണ് ഇപ്പോൾ ഞാനിവിടെ ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇതിന് വേണ്ടി 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തതാണിത്. ഇതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള നന്നായി വാടി വരണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് സവാള വാടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സവാള ഇപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 150 ഗ്രാം ചെറിയുള്ളി ചതച്ചെടുത്തതാണിത്. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി ചതച്ച് തന്നെ എടുക്കണം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തതാണിത്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ റോസ്മെൽ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് 4 പച്ചമുളക് നെടുകെ കീറിയത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യത്തിന് കറി ലീവ്സും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ റോസ്മെൽ മാറുന്നത് വരെ നമ്മൾ ഇത് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്, ചതച്ചെടുത്ത കുരുമുളകാണ് ചേർക്കേണ്ടത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഈ പൊടികളുടെ എല്ലാ റോസ്മെൽ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കണം. ഒരു തക്കാളി ചോപ്പ് ചെയ്തതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഈ തക്കാളി വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 750 ഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഞാൻ. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമെല്ലാം വാർക്കാൻ വേണ്ടി കുറച്ച് നേരം വെക്കണം. ഇനി ഈ ബീഫും മസാലകളൊക്കെ മിക്സ് ചെയ്യണം. അതിന് മുമ്പായി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബീഫും മസാലയും നന്നായി യോജിച്ച് വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം 6 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആവിയൊക്കെ പോയതിനു ശേഷമാണ് തുറക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ ആവിയൊക്കെ പോയി ഞാൻ തുറന്നു. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റണം. ഇതിൽ കുറച്ച് ഗ്രേവി കാണുന്നില്ല. ആ ഗ്രേവി നമുക്ക് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് വരട്ടി നമ്മുടെ പെപ്പർ ബീഫ് റെഡിയാക്കി എടുക്കാം. ഒരു 10 മിനിറ്റോളം വേണ്ടി വരും ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ച് ഒന്ന് വരട്ടിയെടുക്കാൻ. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഇതിലെ ഗ്രേവി വറ്റിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഇതിലെ വെള്ളമെല്ലാം വറ്റി നന്നായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായി ബ്ലാക്ക് നിറത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പെപ്പർ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുരുമുളകും പെപ്പറും ഒക്കെ ഇട്ട് വരട്ടിയ നാടൻ ബീഫ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ബീഫാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.